ചില രചന നിറഞ്ഞവരെ ഇന്നത്തെ ലേഖന ഭാഗത്തിലെ യോഹന്നാൻസ്ലീഹ നമ്മളോട് സ്നേഹത്തെ കുറിച്ച് പറയുകയാണ്, വ്യക്തമായിട്ട് പറയുകയാണ്. അവിടെ യോഹന്നാൻസ്ലീഹ ഇപ്രകാരം പറയുകയാണ്: നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല സ്നേഹം, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് അത് സ്നേഹം തന്നെയാണ്. പക്ഷേ ദൈവത്തിന്റെ സ്നേഹവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതൊന്നുമല്ല എന്ന് പറയുകയാണ്. കാരണം നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് സ്വപുത്രനെ പോലും അയക്കാനായിട്ട് ദൈവം തിരുമനസ്സായി. ആ സ്നേഹവുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും അതൊന്നും ആ സ്നേഹത്തിന് മുമ്പിൽ ഒന്നുമല്ല എന്ന് യോഹന്നാൻ പ്രസ്താവിക്കുകയാണ്. അതിനുശേഷം യോഹന്നാൻസ്ലീഹ നമ്മളോട് പറയുകയാണ്: ദൈവം നമ്മളെ ഇപ്രകാരം സ്നേഹിച്ചുവെങ്കിൽ നാമും പരസ്പരം സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്നേഹിക്കാമെന്നല്ല, മറിച്ച് നമുക്കൊരു ഒബ്ലിഗേഷൻ, നമുക്കൊരു കടമയുണ്ട്. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ പുത്രന്മാരാണ്. ആ ദൈവം നമ്മളെ തന്റെ മാക്സിമത്തിൽ സ്നേഹിച്ചു. അങ്ങനെയെങ്കിൽ നമ്മളും പരസ്പരം സ്നേഹിക്കാനായിട്ട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയാണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ അത് നമ്മുടെ കടമ പൂർത്തിയാക്കുന്നതിന് വിരുദ്ധമായിട്ട് യോഹന്നാൻസ്ലീഹ എണ്ണുകയാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ യോഹന്നാൻസ്ലീഹയുടെ ആ ഒരു നിർദ്ദേശം അനുസരിച്ച് നമ്മുടെ കടമയായ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളൊരു കടമ നിർവഹിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.